ഞാനിന്ന് നമ്മുടെ തൃശ്ശൂർ പൂത്തോളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് വളരെ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് കാറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടികൾ ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് 1,00,000 രൂപയുടെ താഴെയുള്ള അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 35,000 റേഞ്ചിലുള്ള കാറുകളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര ബഡ്ജറ്റ് കൂടിയ വണ്ടികളാണ് നിങ്ങൾ തന്നെ എപ്പോഴും കാണിക്കാറ്. ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീട്ടിൽ വളരെ ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വണ്ടികളുടെ കാര്യങ്ങളാണ്. ഞാൻ ഇതിൻ്റെ താഴെ ഇതിലൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും വണ്ടികളെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി കാണുന്ന സമയത്ത് അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ആ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടികൾ കാണാനുള്ള സൗകര്യം ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയാം. അതൊക്കെ നിങ്ങൾ നേരിട്ട് വരാണെങ്കിൽ ചെറിയ നെഗോസിയേഷൻ നമുക്ക് ചെയ്തു തരാവുന്നതാണ്. സോ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഈ ഓൾട്ടോ 2003 മോഡൽ LXi ആണ്. പവർ സ്റ്റിയറിംഗ്, AC ഒക്കെ വരുന്ന വണ്ടിയാണ്. ടയറൊക്കെ നല്ല ടോപ്പ് കണ്ടീഷനിലാണ് നിൽക്കണേ. 3rd ഓണർഷിപ്പിലാണ് വരുന്നത്. വൈറ്റ് കളറാണ് വണ്ടി. നല്ല ബോഡി, നല്ല ഫിനിഷിങ് ആട്ടോ. കാരണം ഇപ്പോൾ ഈ ബോണറ്റൊക്കെ കാണുമ്പോൾ നമുക്കൊരു കമ്പനി പെയിന്റ് ഫിനിഷിങ്ങിലൊക്കെ എടുക്കണം. 2003 വണ്ടി എന്ന് പറയുമ്പോൾ വലിയ പെയിന്റ് ഒന്നും അധികം വണ്ടിയും വന്നിട്ടില്ല. വണ്ടി നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. വണ്ടി ഞാൻ കൊടുത്തില്ലേ, വണ്ടി ഫുള്ളായിട്ട് ഒന്ന് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കാണിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ KL8 രജിസ്ട്രേഷനിലാട്ടോ വണ്ടി വരുന്നത്. KL8 Z. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വണ്ടി. ഇനി രണ്ടാമത്തെ ഒരു സെന്ന് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പെയിന്റ് ടച്ചിങ് ഒക്കെ ഇതിന് ആവശ്യമുണ്ട്. കണ്ട, ചെറിയ പെയിന്റ് ടച്ചിങ് ചെയ്യണം, പക്ഷെ മെക്കാനിക്കലി വണ്ടി പക്കയാണ്. ടയർ കണ്ടീഷൻ ഉണ്ട്. ഇത് വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സെന്ന് ഇറങ്ങുമ്പോഴേ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് VXi, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, എല്ലാ ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ 2002 മോഡൽ വരുന്നത്. അപ്പോൾ 2027 വരെ ഫുൾ പേപ്പർ ക്ലിയർ ആണ്. ആ കൂടി വണ്ടിക്ക് ചോദിക്കണ വില എന്ന് പറയുന്നത് 65,000 രൂപ മാത്രമാണ്. അതായത് സാധാരണ സെന്ന് ഈ പറഞ്ഞ പോലെ AC മാത്രമുള്ള സെന്നിന് പോലും പലരും 65,000 ചോദിക്കുന്നുണ്ട്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിക്കാണ് 65,000 ചോദിക്കണേ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ്, വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ പറ്റുന്ന വണ്ടിയാണ്. ചെറിയ പെയിന്റ് ടച്ചിങ് മാത്രം വണ്ടി ചെയ്യാം. ഈ ഓൾട്ടോ ആണ് നമുക്കുള്ളത്. ഈ വണ്ടിയുടെ വിലയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഇത് വെറും നമുക്ക് 35,000 രൂപയ്ക്ക് കൊടുക്കാം. പക്ഷേ 3 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഫിനിഷ് ആവും. അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. ബാക്ക് വൈപ്പർ ഉണ്ട്, AC ഉണ്ട്, പിന്നെ പവർ വിൻഡോയും ഉണ്ട്. അപ്പോൾ പവർ സ്റ്റിയറിംഗ് ഇല്ല, ബാക്ക് വൈപ്പർ, ACയും ബാക്ക് ഇതുണ്ട്, പവർ വിൻഡോ ഉണ്ട്. പിന്നെ വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത് KL1 ആണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ഇത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടെസ്റ്റ് നമ്മൾ നടത്തേണ്ടി വരുന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. 35,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതാണെങ്കിൽ 1100 cc വരുന്ന വണ്ടിയാണ്. ജാതി പവറാ വണ്ടി, ഓടിക്കാനായിട്ട് ഗംഭീര പവറാണ്. ഒരു വാഗണർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ വണ്ടി, കുറച്ചും കൂടെ CC കൂടിയ വണ്ടി ഓടിക്കുന്ന പോലത്തെ ഒരു സംഭവം ഈ ഓൾട്ടോയിലുണ്ട്. അടുത്തൊരു കിട്ടില്ല 800. ഇപ്പോൾ ഈ 800ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടയർ നല്ല ടോപ്പ് ലെവൽ കണ്ടീഷനാണ്. ഈ വണ്ടിക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയോ, ഈ വണ്ടി ആകെ 30,000 കിലോമീറ്ററിന് താഴെ ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടി വരും. അത് ജെനുവിനാണ്. നിങ്ങൾ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാവും. ഇത് വെറും 30,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളത്. MPFI ആണ്. 2006 രജിസ്ട്രേഷൻ വരുന്നത്. ഇതിന്റെ ഫുൾ പേപ്പർ ഇപ്പോൾ ബ്രാൻഡ് ന്യൂ ആക്കിയിട്ടുണ്ട്. 2031 വരെ കംപ്ലീറ്റ് പേപ്പർ 800ന്റെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. 80,000 രൂപയാട്ടോ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. ഇനി അടുത്ത 2006 സാൻഡ്രോ, ഇതിന്റെ ടെസ്റ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സാൻഡ്രോ ടെസ്റ്റ് ആവാറായിട്ടുണ്ട്. ഇത് 55,000 രൂപയാണ് ചോദിക്കണേ. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇത് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി. ടയറും അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. ഇനി 1,00,000 താഴെ ഡീസൽ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി ഫിഗോ ഉണ്ട്. 2030 വരെ പേപ്പർ കംപ്ലീറ്റ് ക്ലിയർ ആണ് വണ്ടിയിൽ കേട്ടോ. 30 വരെ പേപ്പർ ഉണ്ട്. ഡീസൽ വണ്ടിയാണ്. 95,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇത് 2 വണ്ടി കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി വളരെ നീറ്റായിട്ട് കിടക്കണേ. ഇപ്പോൾ 2010 മോഡൽ ഡീസൽ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് നല്ല മൈലേജും ഹൈ മൈലേജും വണ്ടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഒരു ഡീസൽ സ്വിഫ്റ്റ്. ഈ ഡീസൽ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് 2010 മോഡൽ തന്നെയാണ്. 2030 വരെ പേപ്പർ അവൈലബിൾ ആണ്. 1,89 ഇത് കൊടുക്കും കേട്ടോ. 2010 മോഡൽ. അപ്പോൾ അത് പേപ്പറൊക്കെ വണ്ടിയുടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനും നല്ല നീറ്റാട്ടാ. മൊത്തത്തിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കണം. KL8 രജിസ്ട്രേഷനിൽ 1,89 VDI ആണ് വണ്ടി വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു 800 എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു 800, 40,000 രൂപ വില പറയുന്ന ഒരു കുഞ്ഞ് 800 ഇവിടെ എടുക്കുന്നുണ്ട്. ഇതും 99 മോഡൽ 2029 വരെ ഫുൾ പേപ്പറും വണ്ടിയുടെ പക്കയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓൾട്ടോ, സെന്ന്, സാൻഡ്രോ 800, ഫിഗോ, സ്വിഫ്റ്റ് 800, ഈ 800 മൊത്തം 7 വണ്ടി ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഈ വണ്ടി മുഴുവൻ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ വന്നാൽ മതി. 8 വണ്ടി, ഒരു ഓൾട്ടോ കൂടി കാണിച്ചത്. 8 വണ്ടി ഞാൻ പരിചയപ്പെടുത്തി. ഈ വണ്ടി നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക,
നമ്മുടെ തൃശ്ശൂർ ആണ് വരേണ്ടത്. തൃശ്ശൂർ കൊക്കാല ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ നേരിട്ട് കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഭാഗം എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് തരാം. താഴെ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. സോ അടുത്തൊരു ഷോറൂം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.